റൂം ഉണ്ടാകും, 4 ഖുർആൻ ഉണ്ടാകും അവിടെ. അതല്ലാതെ ഒന്നും പള്ളിയിലില്ല. പള്ളിന്റെ അകത്തില്ല. ഒരു രഹസ്യം അറിയില്ല. നിങ്ങൾക്ക് ഏത് സമയത്ത് അപ്പൊ ഇവിടെ കൂത്തുപറമ്പ് പള്ളി ഉണ്ടല്ലോ, വന്ന് കയറുന്നത് വല്ല ആയുധം കണ്ടെത്തണേ പറയും. ഇനി വല്ല പുല്ലി എത്താൻ വേണ്ടി വല്ല കൈക്കോട്ടം കണ്ടിട്ട് ആയുധം എന്ന് പറയാൻ നിൽക്കണ്ട. അപ്പൊ കൃത്യമാണ് ഇസ്ലാം തീർത്തും മാനവികമായ പ്രായോഗികമായ ആദർശ പ്രസ്ഥാനമാണെന്ന് നിങ്ങൾ ഓരോരുത്തരും അറിയണം. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് സഹോദരങ്ങളെ, ജിഹാദ് അത് മാത്രം പറയട്ടെ, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു ജിഹാദ്. എന്താണ് ജിഹാദ്? സി മാധവൻ പിള്ള മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ എഴുതി ജിഹാദ് എന്ന് വെച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് അലിയുടെ വിശുദ്ധ യുദ്ധം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ എഴുതിയത് ജിഹാദി എന്ന് വെച്ചാൽ ഹോളി വാർ. എന്നാൽ മലയാളവും ഇംഗ്ലീഷും അറിയാവുന്ന സി മാധവൻ പിള്ളവയോട് വിനയാന്വിതനായി എനിക്ക് പറയാനുള്ളത്, കളി മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും മതി, അറബി അറിയിലും ഉണ്ടായിരിക്കുക. അറബിയിൽ ജിഹാദിന് മുഹമ്മദ് അലിയുടെ വിശുദ്ധ യുദ്ധം എന്ന അർത്ഥമേ ഇല്ല. മറിച്ച് ത്യാഗ പരിശ്രമം എന്നാണ് ജിഹാദിനർത്ഥം. കഴിവിന്റെ പരമാവധി ദൈവത്തിന്റെ മാർഗത്തിൽ പണിയെടുക്കുക. അങ്ങനെ പണിയെടുക്കുന്നവനെ സ്വർഗമുള്ളൂ. അങ്ങനെ പണിയെടുക്കുന്നവനെയാണ് ഭാഷാപരമായി മുജാഹിദ് എന്ന് പറയാ, തീവ്രവാദി എന്നല്ല. ആ ജിഹാദ് ഒന്നാമത് സ്വന്തത്തോടാണ് തുടങ്ങുന്നത്, സ്വന്തം നഫ്സിനോട്. ഇന്നലെ വരെ ബഹുദൈവാരാധന ചെയ്ത് ജീവിച്ചവൻ ഇന്നു മുതൽ ശുദ്ധ ഏകദൈവാരാധനയിലേക്ക് വരുന്നുവെങ്കിൽ വിശ്വാസപരമായ ജിഹാദാണത്. വടിയിലൂടെ നടക്കും അശ്ലീലമായ പോസ്റ്ററുകൾ കണ്ടാൽ അത് നോക്കി രസിക്കാതെ വിരലുകൾ നോക്കി കണ്ണുകൾ താഴ്ത്തുന്നത് ദൈവം തമ്പുരാന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. നാവിനെ സൂക്ഷിക്കൽ ജിഹാദാണ്. എന്തിനേറെ നോമ്പെടുക്കൽ ശരീരം കൊണ്ടുള്ള ജിഹാദാണ്. നമസ്കരിക്കൽ ദൈവം തമ്പുരാന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. വടിയിൽ നിന്നൊരു മുള്ളോ കല്ലോ എടുത്തു മാറ്റിയിടക്കൽ ദൈവം തമ്പുരാന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. അതേപോലെ പാവപ്പെട്ടവന് സ്വതക്കയും സക്കാത്ത് കൊടുക്കൽ ദൈവം തമ്പുരാന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. ഒരാൾ നടുറോട്ടിലിട്ട് ഒരാളെ കൊല്ലുന്നുവെങ്കിൽ അവന്റെ കൈ പോയി പിടിക്കൽ സഹോദര അരുത്. രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നാലും ശരി, മതത്തിന്റെ പേരിലായാലും ശരി, അത് ഏതു രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, എങ്ങനെയാ സഹോദര നിനക്ക് കൊല്ലാൻ കഴിയുക? കൂത്തുപറമ്പിനെ സംബന്ധിച്ചിടത്തോളം പറയണ്ടല്ലോ. അത്തരമൊരവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ സഹോദര അരുതേ എന്ന് പോയി അവന്റെ കൈ പിടിച്ച് മാറി നിൽക്കണമേ എന്ന് സ്നേഹത്തോടെ അവന്റെ കൈ പിടിക്കൽ ജിഹാദാണ്. അരുത് സഹോദര എന്ന് പറഞ്ഞ് നാവുകൊണ്ട് പറയൽ ജിഹാദാണ്. അത് കഴിയില്ല, പോയാ വിട്ടുകിട്ടുന്ന മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുക, ആ തിന്മയെങ്കിലും മനസ്സുകൊണ്ടുള്ള ജിഹാദാണ്. ഒരു അധർമ്മകാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ തലയുയർത്തി നിന്നുകൊണ്ട് നീ ചെയ്തത് ശരിയായില്ല, തെറ്റാണ് എന്ന് പറയൽ ജിഹാദാണ്. ഒരു യുവാവ് നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യുദ്ധത്തിന് വരട്ടെ എന്ന്. നബി പറഞ്ഞു വീട്ടിലെ വാപ്പയമ്മയില്ലേ ഉണ്ട്, പോയി അവനെ പോയി സംരക്ഷിക്കും, നോക്ക്, അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് വെച്ചാൽ വാപ്പാന്റെ ഉമ്മാരി തലയെടുക്കല അല്ല, അവരെ സ്നേഹിക്കലും സംരക്ഷിക്കലും. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഇതാ നിങ്ങൾ ജിഹാദ് ചെയ്തു കൊള്ളുക. ഏറ്റവും വലിയ ജിഹാദ് എന്തുകൊണ്ട്? വാളുകൊണ്ടല്ല, ഖുർആൻ കൊണ്ട് ജിഹാദി എന്ന് വെച്ചാൽ ഖുർആൻ കൊണ്ട് ആളുകളെ കുത്തലും വെട്ടലുമാണോ? അല്ല, പ്രമാണബദ്ധമായ പ്രബോധനം, ശുദ്ധ ഏകദൈവാരാധന, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദൈവമൊന്ന് മാനവരൊന്ന്, ഏകദൈവാരാധന, പരലോക ചിന്ത, പ്രവാചകന്മാരുടെ വിശ്വാസം പോലുള്ള അടിസ്ഥാനപരമായ ചിന്തകളെ, ആശയങ്ങളെ, വീക്ഷണങ്ങളെ ലോകത്തിന് മുന്നിൽ പച്ചയായി പ്രചരിപ്പിക്കലാണ് യഥാർത്ഥ ജിഹാദ്. അതാണ് ദൈവം തമ്പുരാന്റെ മാർഗത്തിലുള്ള ജിഹാദ്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾക്ക് രസിക്കില്ല, ദഹിക്കില്ല, കല്ലെറിയും, ചീത്ത പറയും, കുത്തുവാക്കുകൾ ഉണ്ടാകും, പത്രത്താളുകളോട് വിമർശിക്കും, പല പോരായ്മകളും ബുദ്ധിമുട്ടുകളും ചേർത്തി എഴുതും. അതും സഹിക്കൽ ദൈവം തമ്പുരാന്റെ മാർഗത്തിലുള്ള ജിഹാദ്. ദൈവം ഒന്നേയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഖബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉച്ചിയിൽ ചുട്ട് പൊള്ളുന്ന തീക്കനൽ വെച്ചു കൊടുത്തു. തലയിലെ രോമവും ഉച്ചിയുമെല്ലാം തന്നെ കരഞ്ഞു ഉരുകുന്ന സമയത്ത്, കണ്ണുകളിൽ നിന്ന് ചുടുനീരുകൾ ഇറ്റിറ്റു വീഴുന്ന സമയത്ത്, തിരിച്ചടിക്കാൻ ആരോഗ്യമുണ്ടായിട്ട് പോലും കൈകൾ കെട്ടിവെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദൈവമേ നീ എനിക്ക് ക്ഷമിക്കാനുള്ള സഹിക്കാനുള്ള മനസ്സ് തരണമേ എന്ന് പ്രാർത്ഥിച്ച ഖബാബ്, അത് ജിഹാദാണ്. ആ ജിഹാദിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ജിഹാദിനെ ഇസ്ലാമിന്റെ പരിധി വിട്ട ചില ഗറില്ല ഗ്രൂപ്പുകളോട് എനിക്ക് പറയുവാനുള്ളത്. ഇസ്ലാമിലെ ജിഹാദിനെ മനസ്സിലാക്കണം. ഇതാണ് ഇസ്ലാമിലെ ജിഹാദ്. അതോടൊപ്പം ആദർശ സംരക്ഷണത്തിന് വേണ്ടി ഒടുവിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ അതും ജിഹാദാണ്. ഇങ്ങോട്ട് വെട്ടാൻ വരുന്നുവെങ്കിൽ ഇസ്ലാമികമായൊരു രാഷ്ട്രീയ ഭരണക്രമം ഉണ്ടായതിനു ശേഷം അതിനൊരു ഇമാരത്തുണ്ടെങ്കിൽ എന്നിട്ട് പ്രതിരോധിക്കൽ വരെ അവിടെ ഒരു സായുധ യുദ്ധം നടക്കുന്നുവെങ്കിൽ അതും ജിഹാദാണ്. എന്ത് പരിശ്രമമായിരുന്നാലും ജിഹാദാണ്. എന്ന് വെച്ചാൽ സൗദിയെ ആക്രമിക്കാൻ കുറെ രാഷ്ട്രങ്ങൾ വരുന്നു. അവർ മുസ്ലിങ്ങളാണെന്ന ഒരൊറ്റ കാരണത്താൽ, ഏകദൈവ ആരാധനയിൽ നിൽക്കുന്നു എന്നുള്ള കാരണത്താൽ ആയും സൗദി പൗരന്മാരെ കൊന്നൊടുക്കാൻ ശത്രുക്കൾ വരുന്ന സമയത്ത് അവർക്ക് വാളെടുക്കാം. അവരുടെ നേതൃത്വത്തിന്റെ കീഴിൽ, അവരുടെ രാജാവിന്റെ കീഴിൽ അവിടുത്തെ പൗരന്മാർക്ക് വാളെടുക്കാം. അങ്ങനെ അവർ കൊല്ലപ്പെട്ടാലും ജിഹാദാണ്.
ഇതാരാ പഠിപ്പിക്കാത്തത്? ഇപ്പൊ ശത്രുരാഷ്ട്രങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഇന്ത്യൻ സോൾജേഴ്സൊക്കെ കൊല്ലപ്പെട്ടുവെങ്കിൽ വാളെടുക്കേണ്ടി വരും. നമ്മൾ AK-47 എടുക്കേണ്ടി വരും. കാരണം ഈ മണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടി എടുക്കാൻ തയ്യാറല്ലേ? തയ്യാറാകും. ഭാരത മണ്ണിന്റെ മണവും ഇതിന്റെ ഗുണവും അറിഞ്ഞ ആളുകൾ. അതെ, അത്രയേ ഉള്ളൂ. അതാണ്. അതുകൊണ്ട് ജിഹാദിനെ നിങ്ങൾ അറിയണം. ജിഹാദ് ഉള്ളവരെ തലവട്ടണമെന്നല്ല. ഇസ്ലാം നേർക്കുനേരെ ശാന്തിയുടെ സമാധാനത്തിന്റെ ആദർശ പ്രസ്ഥാനമാണ്. ഇസ്ലാമിന് ഒരിക്കലും തീവ്രവാദമോ ഭീകരവാദമോ വർഗീയവാദമോ ആകാനാവില്ല. അതുകൊണ്ട് ഇസ്ലാമിനെ നിങ്ങൾ അറിയണം. പച്ചയായ ഖുർആനിൽ നിന്നും ആ ഖുർആന്റെ വിശദീകരണമായ സുന്നത്തിൽ നിന്നും അതാണ് ഇസ്ലാമിന് നിങ്ങൾക്ക് വ്യക്തമായ ചിത്രം നൽകുക. അതല്ലാതെ കേവലം രാഷ്ട്രീയ പ്രസംഗകരുടെ പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾ ഇസ്ലാമിനെ അറിയരുത്. വർഗീയ ഫാസിസ്റ്റുകളുടെ പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾ ഇസ്ലാമിനെ അറിയരുത്. മുസ്ലിങ്ങളിൽ തീവ്രവാദി ചിന്തകളുള്ള ഗ്രൂപ്പുകളുടെ പ്രസംഗങ്ങളിൽ നിന്ന് നിങ്ങൾ ഇസ്ലാമിനെ അറിയരുത്. അതേപോലെ തന്നെ ഭൗതികവാദികളുടെ ചിന്തകളിൽ നിന്ന് നിങ്ങൾ ഇസ്ലാമിനെ അറിയരുത്. കേവല ചില താത്വിക ആചാര്യന്മാരുടെ ലേഖനങ്ങളിൽ നിന്നോ കൃതികളിൽ നിന്നോ നോവലുകളിൽ നിന്നോ പത്രത്താളുകളിൽ നിന്നോ വീഡിയോകളിൽ നിന്നോ നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കുകയോ അറിയുകയോ ചെയ്യരുത്. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 11 ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൽ മുജാഹിദീൻ, ഹർക്കത്തുൽ മുജാഹിദീൻ എന്ന പോലുള്ള കേവല സംഘടനകളിൽ നിന്നല്ല നിങ്ങൾ ഇസ്ലാമിനെ അറിയേണ്ടത്. ഇതാ ഖുർആനുണ്ട് നിങ്ങൾക്ക് മുന്നിൽ, അതിന്റെ വിശദീകരണമായ സുന്നത്തുണ്ട് നിങ്ങൾക്ക് മുന്നിൽ, അത് പഠിച്ച മുൻഗാമികളുടെ മാർഗമുണ്ട് നിങ്ങൾക്ക് മുന്നിൽ. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇസ്ലാമിനെ അറിയാം, പഠിക്കാം. വെബ്സൈറ്റുകളുണ്ട്, നിങ്ങൾക്ക് ഇസ്ലാമിനെ അറിയാനുള്ള സാഹചര്യങ്ങളുണ്ട്. നിരവധി ഓഡിയോ വീഡിയോ കാസറ്റുകളുണ്ട്, പുസ്തകങ്ങളുണ്ട്. ആ രംഗത്ത് ധാരാളം സാഹചര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നിങ്ങളുടെ വളരെ ശ്രദ്ധയോടുകൂടെ ഈ വിഷയത്തെ നോക്കിക്കാണുന്ന സ്നേഹമുള്ള സഹോദരങ്ങളെ, വളരെ ആദരവുള്ള വ്യക്തിത്വങ്ങളെ, നിങ്ങളുടെ കറകളഞ്ഞ മനസ്സിൽ ഞാൻ ഇസ്ലാമിനെ സമർപ്പിക്കുകയാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആദർശ പ്രസ്ഥാനമായ ഇസ്ലാമിനെ നിങ്ങൾ അറിയണമേ, നിങ്ങൾ മനസ്സിലാക്കണമേ. ഞങ്ങളെ നിങ്ങൾ തീവ്രവാദികളെന്ന് വിളിക്കരുത്. ഇത്രയധികം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ശേഷം പച്ചയായി ഇതാ ഖുർആനിന്റെയും സുന്നത്തിൽ നിന്നുള്ള വരികൾ എടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇത്ര നേരം സംസാരിച്ചത്. ഇത് നേർക്കുനേരെയുള്ള സ്നേഹത്തിന്റെ സത്യത്തിന്റെ സന്ദേശമാണ്. ഞങ്ങൾക്കൊരു ഭൗതിക താല്പര്യവുമില്ല. ഇവിടെ വർഗീയതകൾ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഈ കേരളക്കരയിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ അറിയണം. കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ പ്രവർത്തകർ, അതിന്റെ യുവഘടകമായ ISM, അതിന്റെ വിദ്യാർത്ഥി ഘടകമായ MSM, അതിന്റെ വനിതാ വിഭാഗമായ MGM, കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഇതാ ഇസ്ലാമിന്റെ സത്യത്തിന്റെ സന്ദേശത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. MSM നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നാഥനെ അറിയുക നാളെയുടെ രക്ഷയ്ക്ക് എന്നുള്ള പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോഴും പലയിടങ്ങളിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അത്തരം പ്രോഗ്രാമുകളിൽ സംബന്ധിക്കാം, കാര്യങ്ങൾ കേൾക്കാം, പഠിക്കാം, മനസ്സിലാക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, കറകളഞ്ഞ മനസ്സുമായി ധാരണകളില്ലാതെ നിങ്ങൾ നിഷ്പക്ഷമായി കാര്യങ്ങളെ അറിയാനുള്ള മനസ്സ്, സ്നേഹമുള്ള ഹൃദയത്തിന്റെ ഉടമകളെ നിങ്ങൾക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ കറകളഞ്ഞ മനസ്സിൽ ഈ സത്യത്തിന്റെ സന്ദേശത്തെ, ഏകദൈവാരാധന വിവിധ ദർശനങ്ങളിൽ നിന്നുള്ള തത്വത്തെ, ശാന്തിയുടെ സമാധാനത്തിന്റെ ആദർശ പ്രസ്ഥാനത്തെ ഈ ഉള്ളവൻ സമർപ്പിക്കുകയാണ്. നിങ്ങൾ അറിയണം, മനസ്സിലാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. സർവാധിനാഥൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ കണ്ടുകേട്ട് മനസ്സിലാക്കുവാനും അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിലടിയുറച്ചു നിൽക്കുവാനും അതിന്റെ പേരിൽ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളും പ്രയാസഘട്ടങ്ങളും ഉണ്ടായിരുന്നാലും തകരാതെ, തളരാതെ, പതരാതെ ആ ആദർശത്തിൽ മരണം വരെ നിലകൊള്ളുവാനും നാഥ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ കോർത്തിണക്കണമേ. ഞങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും സമാധാനവും സൗഹാർദ്ദവും ഉണ്ടാക്കണമേ. നിന്റെ കത്തിജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ. സ്വർഗം തന്ന് അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, നിന്റെ അർശിന്റെ തണൽ തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ISM, MSM പ്രവർത്തകന്മാർ പോകാതെ